കൈനീട്ടമാണോ? അപ്പം എൻ്റെ കൈനീട്ടമാണ് കേട്ടോ, അതും സന്തോഷം. കച്ചവടമൊക്കെ ഇനി അടിപൊളിയാകട്ടെ. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ എല്ലാം ചെയ്തു തുടങ്ങും. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ, ഇത് നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് മാവേലിക്കര പോകുന്ന റൂട്ടാണ്. ഇവിടെ മുട്ടം പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു വണ്ടിക്കകത്ത് ബിരിയാണി വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിട്ടി. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ ഒരു പമ്പിൻ്റെ പേരെന്ന് പറയുമ്പോൾ HP പമ്പാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ വണ്ടിക്കകത്ത് ചിക്കൻ ബിരിയാണി 100 രൂപ. ചിക്കൻ ബിരിയാണിയാണോ? അതെ, ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി മാത്രമേ ചെയ്യുന്നുള്ളൂ? ഞായറാഴ്ചകളിൽ മാത്രം ഓർഡറുകൾ ആരെങ്കിലും തരുവാണെങ്കിൽ മാത്രം ബീഫ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വണ്ടിയാണോ? അല്ല, അളിയന്റെ വണ്ടിയാണ്. അളിയന്റെ വണ്ടി എടുത്തോണ്ട് നമ്മുടെ ഒരു കച്ചവടം അല്ലേ? അതെ. ഓക്കെ. എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? നമ്മുടെ നാട്ടില് മുട്ടല്ലേ ഇത്? അതെ, മുട്ടം പമ്പിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ചൂണ്ടുപലക ജംഗ്ഷന് കിഴക്ക് ഭാഗം. ചൂണ്ടുപലക ജംഗ്ഷന് കിഴക്ക് ഭാഗം. ഓക്കെ. അപ്പൊ ഇത് ചെയ്തു തരുന്ന ആരാ? തന്നെ ചെയ്യുന്നതാണോ? ഓ, ഉമ്മ വീട്ടിൽ ഇരുന്ന് ഉമ്മ കൂടെ ഉണ്ടല്ലേ? ഉമ്മയും മോനും കൂടെ ഉള്ള പരിപാടിയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എന്നാലും മോശമാണ്. ഇപ്പം അമ്പലങ്ങളിൽ ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വ്രതവും കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കുന്ന ഒരുപാട് പേരുള്ളതല്ല നമ്മുടെ ഈ ഭാഗത്ത്. അത് കാരണം ഇച്ചിരി മോശമാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങള് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടല്ലേ? ചെറിയ കുറച്ച് അസുഖങ്ങളുണ്ട് എനിക്ക്. അത് കാരണം ഒരു 2 വർഷമായിട്ട് ജോലിക്കൊന്നും പോകാതിരിക്കുവായിരുന്നു. പിന്നെ ഇത് തുടങ്ങി, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. അതുപോലെ കൂട്ടുകാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നല്ലേ? ഈ സാധനങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഡെലിവറി ചെയ്യുന്ന കൂട്ടുകാരാണെന്ന് തോന്നുന്നു. കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ കൊണ്ട് കൊടുക്കുന്നത്. എത്ര മണിയാകുമ്പോൾ നമ്മുടെ ഈ ബിരിയാണിയുടെ പരിപാടി തുടങ്ങും? 11:45 ആകുമ്പോൾ തുടങ്ങും. ഇവിടെ എത്ര മണിയാകുമ്പോൾ കറക്റ്റ് വരും? കറക്റ്റ് 11:45 ആകുമ്പോൾ ഇവിടെ വരും. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ എല്ലാം ചെയ്തു തുടങ്ങും. ഉമ്മായും കൂടെ സഹായിക്കും, രണ്ടുപേരും കൂടെ? ഉമ്മയെ ഞാൻ സഹായിക്കുന്നു വേണം പറയാൻ. ഉമ്മയെ വെക്കുന്നത്? ഉമ്മയാണ് എല്ലാം വെക്കുന്നത്. ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ഉമ്മയ്ക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ. അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ബീഫ് ബിരിയാണി കാണും? ബീഫ് ബിരിയാണി ഓർഡർ അനുസരിച്ച് കാണും. ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. എന്തായാലും സന്തോഷം. ചിക്കൻ ദം ബിരിയാണി 100 രൂപ. അപ്പം ബീഫ് ആണെങ്കിൽ അതിന് ആ റേറ്റ് തന്നെയാണോ? 130 രൂപ. ഓക്കെ. അപ്പൊ ഞാന് ശരിക്കും ഞങ്ങളിപ്പോൾ ചാരുമൂടേക്ക് പോകുമായിരുന്നു. അപ്പം ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ നമ്മുടെ വണ്ടിക്കകത്ത് ഇങ്ങനെ ബോർഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു. എന്നാൽ കയറി വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാമെന്ന് കരുതി വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുള്ള ഒരാളാണ്. ചിലരുടെ ബുദ്ധിമുട്ടൊക്കെ എന്നെ വിളിച്ചു പറയുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭമാണ്, തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ്. ഉമ്മയും മോനും കൂടെ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി. വണ്ടിക്കകത്തുള്ള കച്ചവടമാണ്. ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങര കഴിഞ്ഞ് മുട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. മധുമുട്ടം, മണിച്ചിത്രത്താഴിലെ മധുമുട്ടത്തിൻ്റെ സ്ഥലമാണ്. കറക്റ്റ് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അവിടെ HP പമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു സ്പോട്ടായിരിക്കും. ഇവിടെ ഒരു കിഴക്കത്തുശ്ശേരിൽ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കടയുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് വണ്ടിക്കകത്തുള്ള കച്ചവടമാണ്. 11:45 വരും. ഈ പെട്ടിക്കകത്തിരിക്കുന്നതൊക്കെ ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്, നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ബിരിയാണി അങ്ങ് പാക്ക് ചെയ്തേക്കാം. ഇത് പാക്ക് ചെയ്തോ. ബിരിയാണിക്കൊപ്പം സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കച്ചവടം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൂടെ ഒക്കെ പോകുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്. നമ്മുടെ കച്ചവടമൊക്കെ ഉഷാറാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല അല്ലേ? ഓക്കെ. കൈനീട്ടമാണോ? അപ്പം എൻ്റെ കൈനീട്ടമാണ് കേട്ടോ, അതും സന്തോഷം. കച്ചവടമൊക്കെ ഇനി അടിപൊളിയാകട്ടെ. സ്ഥലം പറഞ്ഞുകൊണ്ടാണ് മുട്ടം പമ്പ് HP പമ്പിൻ്റെ തൊട്ടടുത്ത് കേട്ടോ.